ഗ്രാമീണ മേഖലയുടെ വിദ്യാഭ്യാസ സാംസ്കാരിക പുരോഗതിയിൽ ഓരോ പ്രദേശങ്ങളിലെയും സർക്കാർ സ്കൂളുകൾ വഹിച്ചിട്ടുള്ള പങ്ക് ചരിത്രത്തിന്റെ എല്ലാ ഘട്ടങ്ങളിലും ഓർമ്മിക്കപ്പെടുമെന്ന് അദ്ദേഹം പറഞ്ഞു. മഞ്ഞക്കാല ഗവൺമെന്റ് ലോവർ പ്രൈമറി സ്കൂളിന്റെ സുവർണ ജൂബിലി ആഘോഷം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ഒന്നാം ക്ലാസ്സിൽ ചേരാൻ കുട്ടികളില്ലാത്ത ഈ സംസ്ഥാനത്തെ സർക്കാർ സ്കൂളുകളിൽ 100ഓളം കുട്ടികൾ ഒരു വർഷം ഈ സ്കൂളിൽ ചേരുന്നു എന്ന് പറയുമ്പോൾ ഇവിടുത്തെ അധ്യാപകരുടെ കഴിവും അവരുടെ ഒരു അർപ്പണബോധവുമാണ് നമ്മളെ ഈ ഇതിലേക്ക് ശ്രദ്ധ തിരിക്കുന്നത്. അപ്പൊ നല്ല വിദ്യാഭ്യാസം കൊടുക്കാൻ കഴിയുമ്പോൾ ചില വിദ്യാഭ്യാസ സാഹചര്യങ്ങൾ മോശമാണ് എന്നാണ് ഇവിടെ ഈ ജൂബിലി ആഘോഷം നടക്കുമ്പോഴും പറയുന്നത്. കുറെ സ്കൂളിൽ കൂടി കുട്ടികൾ വർദ്ധിക്കുന്നതനുസരിച്ച് പുതിയ ഫർണിച്ചർ നമ്മൾ വാങ്ങും, പുതിയ വികസന പ്രവർത്തനം ഉണ്ടാകും, ഒരു മതിലിട്ട് ഗേറ്റ് ഇടുന്നതോടുകൂടി സാമൂഹിക വിരുദ്ധ ശല്യം ഒഴിവാക്കും. സാമ്പത്തിക പരാധീനത മൂലം സർക്കാർ സ്കൂളുകൾ തകരാൻ പാടില്ലെന്നും സർക്കാർ സ്കൂളുകളുടെ ഭൗതിക പുരോഗതിക്ക് യോജിച്ചുള്ള പ്രവർത്തനം അനിവാര്യമാണെന്നും അദ്ദേഹം പറഞ്ഞു. PTA പ്രസിഡന്റ് CK സുരേഷ് കുമാർ അധ്യക്ഷത വഹിച്ചു. ഹെഡ് മിസ്ട്രസ് D പ്രസന്നകുമാരി, സീനിയർ അസിസ്റ്റന്റ് S ജയശ്രീ റിപ്പോർട്ട് അവതരിപ്പിച്ചു. സ്കൂളിലെ ആദ്യ ഹെഡ് മാസ്റ്ററെ തലവൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ശശികല മോഹൻ ആദരിച്ചു. ജില്ലാ പഞ്ചായത്ത് അംഗം അഡ്വക്കേറ്റ് ബിജു K മാത്യു പൂർവ്വ അധ്യാപക വിദ്യാർത്ഥി സംഗമം ഉദ്ഘാടനം ചെയ്തു. ബ്ലോക്ക് പഞ്ചായത്ത് അംഗങ്ങളായ G രാധാമോഹൻ, വടകോട് മോനച്ചൻ, ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ R രജില, പൊന്നമ്മ തോമസ്, TM ബിജു, K ദാനിയേൽ തുടങ്ങി നിരവധി പ്രമുഖർ ആശംസാ പ്രസംഗം നടത്തി. ന്യൂസ് ബ്യൂറോ, പത്തനാപുരം.